എല്ലാ സജ്ജനങ്ങൾക്കും നമസ്കാരം. നമ്മുടെ ആചാര അനുഷ്ഠാനങ്ങളിലെ ഏറ്റവും പ്രമുഖമായ ഒരു വിശേഷ ദിവസമാണ് ശ്രീരാമനവമി എന്നറിയപ്പെടുന്നത്. ആരാധനാ പുരുഷന്മാരിൽ തന്നെ ശ്രീരാമനും ശ്രീകൃഷ്ണനും മറ്റേത് ദേവീദേവന്മാരെക്കാളും ഒരു പ്രാധാന്യം പ്രത്യേകമായി നമ്മൾ പരിഗണിച്ചു വരുന്നു. അപ്പോൾ നമ്മുടെ ഈ ലോകത്ത് നമ്മളോടൊപ്പം വന്ന് ധർമ്മ സംരക്ഷണത്തിന് വേണ്ടി അവതരിക്കുകയും അവരുടെ ജീവിത കഥയിലൂടെ നമുക്കെല്ലാം വേണ്ട ഒരു മാർഗനിർദ്ദേശങ്ങൾ നൽകുകയും ഒക്കെ ചെയ്ത അവതാരമൂർത്തികളായാണ് ശ്രീകൃഷ്ണ ഭഗവാനെയും ശ്രീരാമസ്വാമിയെയും നാം പ്രാർത്ഥിക്കുന്നത്. ആ ശ്രീരാമസ്വാമിയുടെ പുണ്യ അവതാര ദിവസമായാണ് ശ്രീരാമനവമി ആചരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ ഒരു ദിവസം ശ്രീരാമഭക്തർക്കെല്ലാം വളരെയധികം വലിയ ആഘോഷമാണ്. ശ്രീരാമക്ഷേത്രങ്ങൾ നമ്മുടെ നാട്ടിൽ ധാരാളമുണ്ട്. ആ ക്ഷേത്രങ്ങളിലെല്ലാം അതേ ദിവസം വളരെ വിശിഷ്ടമായ ഒരു പ്രത്യേക ദിവസമായി ആഘോഷമായി നടത്തി വരുന്നു. ധർമ്മ സംരക്ഷണമാണ് ശ്രീരാമൻ്റെ അവതാരത്തിൻ്റെ പ്രധാന ലക്ഷ്യമായി പറയുന്നത്. ലോകത്തെ മുഴുവൻ തന്നെയും സ്വന്തം വരബലം കൊണ്ട് അതിജീവിച്ചിരുന്ന, ആ വരബലം കൊണ്ട് ലോകത്തെ മുഴുവൻ തന്നെയും കീഴടക്കിയിരുന്ന, ഉപദ്രവിച്ചിരുന്ന രാവണനെ സംഹരിക്കാൻ വേണ്ടി സാക്ഷാൽ വിഷ്ണു ഭഗവാൻ ശ്രീരാമൻ എന്നുള്ള ഒരു നാമം സ്വീകരിച്ചുകൊണ്ട് മനുഷ്യനായി അവതരിച്ചുവെന്നും അദ്ദേഹം അതിനുവേണ്ടി ഒരു തൻ്റെ ജീവിത രീതിയിലൂടെ വാനരന്മാരെയും മനുഷ്യരെയും എല്ലാവരെയും ഒത്തൊരുമിപ്പിച്ചുകൊണ്ട് ധർമ്മ യുദ്ധം നടത്തി രാവണനെ വധിച്ച് ലോകത്ത് മുഴുവൻ തന്നെയും ധർമ്മത്തെ പുനഃസ്ഥാപിച്ചു. അപ്പം ഇത് നമുക്കെല്ലാവർക്കും വേണ്ടിയുള്ള ഒരു മാർഗനിർദ്ദേശം കൂടിയാണ്. ധർമ്മത്തെ സംരക്ഷിക്കുക എന്ന് പറയുന്നത് സാക്ഷാൽ ഭഗവാൻ നേരിട്ട് തന്നെ വന്ന് ചെയ്യേണ്ട ഒരു കാര്യമല്ല. നാം ഓരോരുത്തരും നമ്മുടെ എല്ലാവരുടെയും കടമയായി കണ്ടുകൊണ്ട് ചെയ്യേണ്ട ഒരു കാര്യങ്ങൾ തന്നെയാണെന്നുള്ള സൂചന കൂടിയാണ് ശ്രീരാമൻ നമുക്ക് കാണിച്ചു തരുന്നത്. അപ്പോൾ അവതാരമൂർത്തിയായിരിക്കുന്ന ശ്രീരാമൻ്റെ ആ ധാർമ്മിക ബോധത്തെ നമ്മുടെ മനസ്സിലേക്ക് ഉൾക്കൊള്ളാനും അതിനോടൊപ്പം തന്നെ രാമനാമത്തിൻ്റെ മഹാത്മ്യം ഉൾക്കൊള്ളുന്ന ഈ പുണ്യ ദിവസത്തിലെ പ്രാർത്ഥനകളിലൂടെ ജപങ്ങളിലൂടെ എല്ലാം തന്നെ നമുക്ക് ആ ഭഗവാന്റെ സാമീപ്യത്തെ അടുത്ത് അറിയുവാനും സാധിക്കും. അപ്പം സായുജ്യം എന്ന് പറഞ്ഞ ഒരു മോക്ഷാവസ്ഥയ്ക്ക് അപ്പുറത്തേക്ക് തന്നെ സാമീപ്യം എന്ന് പറയുന്ന ഭഗവാനോട് ചേർന്ന് നിൽക്കാൻ പറ്റുന്ന ഒരവസ്ഥയ്ക്ക് രാമനാമ ജപം ഏറ്റവും വിശിഷ്ടമാണ്. രാമനവമി എന്ന് പറയുന്ന ഏറ്റവും വിശിഷ്ടമായ ഈ പുണ്യ ദിവസത്തിൽ നമുക്ക് ഏവർക്കും വ്രതമായി ആചരിക്കാം. സാധാരണ എല്ലാ വ്രതങ്ങളും ആചരിക്കുന്നത് പോലെ തന്നെ മത്സ്യമാംസാദി ഭക്ഷണങ്ങളെല്ലാം ഒഴിവാക്കുക, ലഘുവായ ഭക്ഷണ സമ്പ്രദായം സ്വീകരിക്കുക, പരമാവധി വൈഷ്ണവമായ ക്ഷേത്ര ദർശനങ്ങളൊക്കെ നടത്തുക. വിഷ്ണു ഭഗവാനെ സംബന്ധിക്കുന്ന ഏതെങ്കിലും ക്ഷേത്രങ്ങൾ നമ്മുടെ സമീപത്തുണ്ടാവും. അപ്രകാരമുള്ള ക്ഷേത്രങ്ങളിൽ പോയി ദർശനം നടത്തുക. ഇപ്പോൾ ശ്രീരാമക്ഷേത്രം ഉണ്ടെങ്കിൽ അവിടെ തന്നെയാണ് ഏറ്റവും ഉത്തമം. ശ്രീരാമക്ഷേത്രം അത്രയധികം എല്ലാ സ്ഥലങ്ങളിലൊന്നും കാണില്ല. അപ്പം അങ്ങനെയാണെങ്കിൽ ഉപദേവനായി ആണെങ്കിലും പോയി ദർശനം നടത്താം. അല്ലെങ്കിൽ വിഷ്ണു ഭഗവാന്റെ ഏതെങ്കിലും ക്ഷേത്രങ്ങൾ, ശ്രീരാമൻ തന്നെയല്ല, വിഷ്ണുവായിട്ടോ കൃഷ്ണനായിട്ടോ വരാഹമൂർത്തിയായിട്ടോ നരസിംഹമൂർത്തിയായിട്ടോ ഇങ്ങനെയുള്ള വൈഷ്ണവമായ ഏത് ക്ഷേത്രങ്ങളുണ്ടെങ്കിലും അത്തരം സങ്കേതങ്ങളിൽ ദർശനം നടത്താം. യഥാശക്തി നാമജപങ്ങൾ നടത്താം. അന്നത്തെ ദിവസം മുഴുവൻ തന്നെയും യഥാശക്തി നാമജപത്തിന് വേണ്ടി നാം ഉപയോഗിക്കണം. ഇപ്പോൾ തലേ ദിവസം വ്രതം തുടങ്ങുന്നു. ചില സമ്പ്രദായങ്ങളൊക്കെ 9 ദിവസമായി വ്രതം എടുക്കാറുണ്ട്. പ്രഥമ തുടങ്ങി നവമി വരെയുള്ള ആ 9 ദിവസങ്ങളിലും വ്രതമായിട്ടും ആചരിക്കാറുണ്ട്. അങ്ങനെയൊന്നും പറ്റാത്തവർക്ക് തലേ ദിവസം വ്രതം ആചരിച്ച് അന്നത്തെ ദിവസം പൂർണ്ണമായ വ്രതം എടുത്തുകൊണ്ട് പരമാവധി ക്ഷേത്രത്തിൽ ദർശനം നടത്തുകയും നാമജപത്തോടുകൂടി പ്രദക്ഷിണങ്ങൾ സമർപ്പിക്കുകയും ചെയ്യാം. അരയാൽ വിഷ്ണു പ്രാധാന്യമുള്ള ഒരു വൃക്ഷമാണ്. അപ്പം അരയാലിന് പരമാവധി പ്രദക്ഷിണം വെക്കുക. 7 പ്രാവശ്യമോ 12 പ്രാവശ്യമോ 21 പ്രാവശ്യമോ ഒക്കെ രാമനാമം ജപിച്ചുകൊണ്ട് പ്രദക്ഷിണം വെക്കുക. വിഷ്ണു ക്ഷേത്രത്തിലും തുളസിക്കും യഥാശക്തി പ്രാവശ്യം പ്രദക്ഷിണം വെക്കുക. ഇങ്ങനെയുള്ള പുണ്യകർമ്മങ്ങളെല്ലാം ചെയ്യുന്നതിനും വ്രതമെടുക്കുന്നതിനും ഈ പുണ്യ ദിവസം നാം എല്ലാവരും വിനിയോഗിക്കണം. അത് ഭഗവാന്റെ അനുഗ്രഹം നമുക്ക് ലഭിക്കുന്നതിനും അതിലൂടെ ഒരു ധാർമ്മിക ബോധം നമ്മളിൽ ഉണ്ടാവുന്നതിനും ആ രാമനാമത്തിൻ്റെ മഹാത്മ്യം കൊണ്ട് എല്ലാവിധത്തിലുള്ള പാപദോഷങ്ങളിൽ നിന്നും രക്ഷ നേടുന്നതിനും എല്ലാം നമ്മെ സഹായിക്കും. ഒരു രാമമാഹാത്മ്യത്തിൻ്റെ കഥയെ രാമായണത്തിൽ വളരെ വ്യക്തമായി തന്നെ പറയുന്നത്, കാട്ടാളനായിരിക്കുന്ന ആ വാൽമീകിയെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിന് സപ്തർഷികൾ അദ്ദേഹത്തിൻ്റെ ആ കർമ്മദോഷങ്ങളിൽ നിന്നെല്ലാം രക്ഷ നേടുന്നതിന് വേണ്ടി രാമനാമത്തെ ഉപദേശിച്ചു കൊടുത്തു എന്നാണ് പറയുന്നത്. അതായത് വാൽമീകി മഹർഷി ഒരു കൊള്ളക്കാരനായിരുന്നു. അപ്പോൾ അദ്ദേഹം വാൽമീകി എന്ന നാമം സ്വീകരിക്കുന്നതിന് മുമ്പ് രത്നാകരൻ എന്ന പേരോടുകൂടി ഒരു വഴിയെ പോകുന്ന ആൾക്കാരിൽ നിന്നെല്ലാം ധനത്തെ അപഹരിക്കുന്ന ഒരു തമോ ഗുണ സ്വഭാവത്തോടു കൂടിയ വ്യക്തിയായിരുന്നു എന്നാണ് പറയുന്നത്. അങ്ങനെ സപ്തർഷികളെ തടഞ്ഞു നിർത്തുകയും അവരിൽ നിന്നും ധനാപഹാരം ആഗ്രഹിക്കുകയും ചെയ്യുന്നു. ഈ സമയത്തെ നമ്മൾ ചെയ്യുന്ന പാപദുരിതങ്ങളെല്ലാം നമുക്ക് ദോഷമായി വരികയില്ലേ എന്ന് അവർ ചോദിക്കുകയും അതോടുകൂടി അദ്ദേഹത്തിനൊരു ബോധോദയം ഉണ്ടാവുകയാണ് ചെയ്യുന്നത്.
അപ്പോൾ നിങ്ങൾ എന്തിനു വേണ്ടിയാണ് ഇങ്ങനെ ചെയ്യുന്നത് എന്ന് ചോദിക്കുമ്പോൾ ഞാൻ എൻ്റെ കുടുംബത്തെ പുലർത്താൻ വേണ്ടിയാണ്, ഭാര്യയ്ക്കും മക്കൾക്കും വേണ്ടിയാണ്, ഈ ധനം കൊണ്ടാണ് അവരെ എല്ലാം ഞാൻ സംരക്ഷിക്കുന്നതെന്ന് പറയുകയാണ് ചെയ്യുക. അപ്പോൾ അവരോട് ഈ സപ്തർഷിമാർ ചോദിക്കുകയാണ്, അങ്ങനെയാണെങ്കിൽ ഈ പാപം നിങ്ങൾ ഈ ധനം കൊണ്ട് വീട്ടിൽ കൊടുക്കുന്നുണ്ടല്ലോ, അതിൻ്റെ ആ പാപത്തിൻ്റെ ദുരിതവും അവരെല്ലാവരും കൂടെ ആ പാപ ദുരിതത്തെ കൂടെ അവരെല്ലാവരും കൂടെ അതിനകത്ത് പങ്കാളികളായി തീരുമോ എന്ന് ചോദിക്കുന്നു. അപ്പോൾ ഇത് നിങ്ങളൊന്ന് വീട്ടുകാരോട് ചോദിക്കൂ എന്ന് ഈ രത്നാകരനോട് പറയുകയും അതനുസരിച്ച് വീട്ടുകാരോട് പോയി ചോദിക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ ഭാര്യ പറയുന്ന ഒരു വരിയുണ്ട്, രാമായണത്തിലെ ഏറ്റവും ശ്രദ്ധേയമായ വരിയാണ്, താൻ നിരന്തരം ചെയ്യുന്ന കർമ്മങ്ങൾ താൻ അനുഭവിച്ചിടുകന്നേ വരൂ. അവനവൻ ചെയ്യുന്ന പാപദോഷ ദുരിതങ്ങളെല്ലാം അവനവൻ തന്നെ അനുഭവിക്കണം, അത് മറ്റാർക്കും വീതം വെച്ചെടുക്കാൻ സാധിക്കത്തില്ല എന്ന് പറയുന്നതോടുകൂടിയാണ് ഈ കാട്ടാളനായിരിക്കുന്ന അദ്ദേഹത്തിന് വളരെയധികം കുറ്റബോധം തോന്നുന്നു. തിരിച്ച് മഹർഷിമാരുടെ അടുത്ത് എന്നിട്ട് ഞാനിനി എന്താണ് ചെയ്യേണ്ടത്, ഒത്തിരി കാലം ഞാൻ ഇതുവഴി പോകുന്ന ആൾക്കാരെ സാധുജനങ്ങളെ എല്ലാം ഉപദ്രവിച്ച് ധനമെല്ലാം ഞാൻ സമ്പാദിച്ചു, ഇതിലൂടെ ഞാൻ സമ്പാദിച്ച ഈ അധാർമിക പ്രവർത്തനങ്ങളെ കൊണ്ടുണ്ടാക്കിയിരിക്കുന്ന ധനം ഞാൻ എൻ്റെ കുടുംബത്തിന് വേണ്ടി ഉപയോഗിച്ചു, പക്ഷേ അതിലൂടെ സമ്പാദിച്ചിരിക്കുന്ന പാപത്തിൽ നിന്ന് ഞാൻ എങ്ങനെ രക്ഷ നേടും, നിങ്ങൾ എനിക്ക് വഴി കാണിച്ചു തരണമെന്ന് പറയുമ്പോൾ രാമമന്ത്രത്തെ, ശ്രീരാമമന്ത്രത്തെ ഈ സപ്തർഷികളെ അവർക്ക് പറഞ്ഞു കൊടുക്കുന്നു. ആ മന്ത്രജപം സ്വീകരിച്ച് നിരന്തരമായി രാമ 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 മന്ത്രം ജപിച്ചുകൊണ്ട് ആ കാട്ടാളൻ എന്നുള്ള പദവിയിൽ നിന്നും ബ്രഹ്മർഷിയായ ഒരു അവസ്ഥയിലേക്ക് അദ്ദേഹം ഉയരുകയാണ് ചെയ്യുന്നത്. ആദി കവിയായി, രാമായണം രചിച്ച ആദി കവിയായിട്ടും നമ്മളേവരും ബഹുമാനിക്കുന്ന ഏറ്റവും വലിയ ആധ്യാത്മികതയുടെ അങ്ങേയറ്റം ഉയർന്ന വ്യക്തിയായിട്ട് വാൽമീകി മഹർഷി എന്ന ഒരു പദവിയിലേക്കെല്ലാം അദ്ദേഹം ഉയരുകയാണ് ചെയ്യുന്നത്. രാമായണത്തിൽ തന്നെ കഥാപാത്രമായിട്ടും അദ്ദേഹം പിന്നീട് പല സന്ദർഭങ്ങളും നമുക്ക് കാണാൻ സാധിക്കും. അപ്പോൾ അത്രമാത്രം ഉണ്ട് ആ രാമനാമത്തിൻ്റെ മഹാത്മ്യം എന്ന് പറയുന്നത്. അപ്പം നമ്മളെ അറിഞ്ഞോ അറിയാതെയോ നമ്മളെല്ലാം നിത്യജീവിതത്തിൽ ധാരാളം തെറ്റുകൾ ചെയ്യുന്നുണ്ട്. അപ്പോൾ ജീവിക്കണമെങ്കിൽ, ധനം സമ്പാദിക്കണമെങ്കിൽ അറിഞ്ഞോ അറിയാതെയോ എന്തെങ്കിലുമൊക്കെ തെറ്റുകൾക്ക് നാം പങ്കാളികളായെന്ന് വരാം. അങ്ങനെയുള്ള എല്ലാ പാപദോഷ ദുരിതങ്ങളിൽ നിന്നും നമ്മെ രക്ഷ തരുവാൻ ഏറ്റവും ശക്തിയുള്ള മന്ത്രമാണ് രാമമന്ത്രം. ഇപ്പോൾ രാമരാമ എന്നുള്ള മന്ത്രം നിത്യേന നമുക്ക് ജപിക്കാം. അതിന് പ്രത്യേകിച്ച് ശുദ്ധാശുദ്ധ നിയമങ്ങളൊന്നുമില്ല. നിങ്ങൾക്ക് എവിടെ വെച്ചും എങ്ങനെയും എപ്പോഴും ജപിക്കാം. വെറുതെ രാമ 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 എന്ന് ജപിക്കുക. അത് അതിൻ്റെ കൂട്ടത്തിൽ പ്രണവവും നമ എന്നുള്ള അക്ഷരവും എല്ലാം ചേർത്ത് വരുമ്പോഴാണ് അത് മഹാമന്ത്രമായി മാറുന്നത്. അപ്പോൾ മന്ത്രമായിട്ട് ജപിക്കുമ്പം കുറച്ച് ചിട്ടകളൊക്കെ പാലിച്ചോണം. വെറുതെ നാമമായി ജപിക്കുമ്പം ചിട്ടകൾ വേണ്ട, പരമാവധി ജപിക്കുക. അറിഞ്ഞോ അറിയാതെയോ നാം ചെയ്ത പാപദോഷങ്ങളെല്ലാം മാറട്ടെ. ഇതിനൊക്കെയുള്ളൊരു ശുഭകരമായ സമയമായി ഈ രാമനവമിയെ നമുക്ക് കാണാം. ഈ പുണ്യമായ ദിവസത്തിൽ നിങ്ങൾ ജപം ആരംഭിക്കുക. ഇതുവരെയും ഇങ്ങനെ ഒരു കാര്യം ചെയ്തു തുടങ്ങിയിട്ടില്ലാത്തവരെല്ലാം ഈ ഒരു സന്ദർഭം തൊട്ട് ജപിച്ചു തുടങ്ങി നിത്യേന ജപിക്കുക. നിത്യേന നിങ്ങൾക്ക് പറ്റുന്നത് പോലെ സംഖ്യയൊന്നും നോക്കണ്ട, യഥാശക്തി ജപിക്കാം. ഇനി അതൊന്നും അല്ലെങ്കിൽ തന്നെയും നിങ്ങളൊരു സമയപരിധി വെച്ച് എല്ലാ ദിവസവും രാവിലെയും വൈകിട്ടും ഒരു 108 പ്രാവശ്യം വെച്ചെങ്കിലും രാമ 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 എന്നുള്ള നാമം ജപിക്കുക. അത് നമുക്കും നമ്മുടെ കുടുംബത്തിനും എല്ലാത്തിനും തരുന്ന ശ്രേയസ് വളരെ അത്ഭുതകരമായിരിക്കും. അതിനെല്ലാം ഈ രാമനവമി നമുക്ക് പ്രയോജനപ്പെടുത്തണം. ശ്രീരാമ മന്ത്രങ്ങളിൽ ഏറ്റവും അത്ഭുത ശക്തിയുള്ളത് രാമനാമമാണ്. രാമ രാമ എന്നുള്ള മന്ത്രജപം കൊണ്ട് അത്ഭുതങ്ങൾ സൃഷ്ടിക്കാൻ സാധിക്കും എന്നാണ് പറയുക. അതായത് ഈ രാവണനെ കണ്ടെത്തുന്നതിന് വേണ്ടി ലങ്കയിലേക്ക് പോകുന്ന വാനര സൈന്യത്തിനെ രാമമന്ത്രം ജപിച്ചുകൊണ്ടാണ് ശിലകളെ അവർ സമുദ്രത്തിൽ നിക്ഷേപിക്കുന്നത്. ആ മന്ത്രത്തിൻ്റെ ശക്തി കൊണ്ടാണ് ആ ശിലകൾ താണു പോവാതിരിക്കുന്നതും അവിടെ സേതുബന്ധനത്തെ പൂർത്തിയാക്കി ലങ്കയിൽ എത്തിച്ചേർന്ന് രാവണനെ നിഗ്രഹിക്കാനും എല്ലാം സാധിക്കുന്നതെന്നാണ് പറയുക. അതുകൂടാതെ നമുക്കറിയാം, ഹനുമാൻ സ്വാമിയെ നമുക്കറിയാം. രാമനാമത്തിൻ്റെ ശക്തി കൊണ്ടാണ് അദ്ദേഹത്തിന് ഏറ്റവും വലിയ എന്തിനേയും നേടാൻ പറ്റുന്ന, എന്തിനേയും അതിജീവിക്കാൻ പറ്റുന്ന അത്ഭുത ശക്തി ഉണ്ടാവുന്നത്. രാമായണത്തിൽ തന്നെ വ്യക്തമായി പറയുന്നുണ്ട്. അപ്പം ഹനുമാൻ ആഞ്ജനേയസ്വാമി തന്നെ ശ്രീരാമനോട് പറയുന്നുണ്ട്, അങ്ങയുടെ നാമം ഉള്ള ആ ഒരു ജപം കൊണ്ടാണ് എനിക്ക് എന്തെങ്കിലുമൊക്കെ ആയിത്തീരാൻ സാധിച്ചതെന്ന് പറയുന്നു. ആ രാവണവധം എല്ലാം കഴിഞ്ഞ് വന്നതിന് ശേഷം ഏറ്റവും വളരെ ഹൃദയസ്പർശിയായൊരു രംഗം എന്ന് പറയുന്നത് ഈ ആഞ്ജനേയ സ്വാമിയോട് ചോദിക്കുന്നുണ്ട്, നിനക്ക് എന്ത് വേണം, എന്താണ് വേണ്ടത്, എന്താ ഞാൻ തരേണ്ടതെന്ന് ചോദിക്കുമ്പോൾ ശ്രീരാമൻ്റെ ആ ചോദ്യത്തിന് പകരമായി ആഞ്ജനേയ സ്വാമി പറയുന്നത്, നിന്നുടെ ഓർമ്മയുള്ളിടത്തോളം കാലം നാമം ജപിച്ചുകൊണ്ട് ഈ ലോകം മുഴുവൻ ചുറ്റിത്തിരിയാനുള്ള അനുവാദം എനിക്ക് തന്നാൽ മതി, അതിനുള്ള ആയുസ്സും ആരോഗ്യം എനിക്ക് തന്നാൽ മതി എന്നാണ് പറയുന്നത്. അപ്പം ഭഗവാന്റെ നാമം ജപിച്ചുകൊണ്ട് എക്കാലവും എവിടെയും അലഞ്ഞു തിരിഞ്ഞ് നടക്കുന്ന
ഒരു മഹായോഗിയായി മഹാതപസ്യയാണ് ആഞ്ജനേയ സ്വാമിയെ ചിരഞ്ജീവിയായിട്ടാണ് പറയുന്നത്. മരണമൊന്നും അദ്ദേഹത്തിനില്ല. അപ്പോൾ അത്രയും വലിയ ഭക്തനാണെന്നർത്ഥം. ഇപ്പോൾ രാമനാമത്തിൻ്റെ ശക്തി അത്ര വലുതാണ്. നമുക്കൊന്നും അത്രയും ശ്രദ്ധയും ചിട്ടയും ഒന്നും സമർപ്പണം ഒന്നും കാണില്ല. വേണ്ട, നമുക്ക് സാധിക്കുന്നത് പോലെ നിത്യേന രാമനാമം നമുക്ക് എല്ലാവർക്കും ജപിക്കാം. അതുകൂടാതെ മഹാമന്ത്രമായി ജപിക്കുമ്പോൾ ഓം രാം രാമായ നമ എന്നാണ് ശ്രീരാമസ്വാമിയുടെ മൂലമന്ത്രം. ക്ഷേത്രങ്ങളിലൊക്കെ ഉപയോഗിക്കുന്ന ഏറ്റവും ശക്തിയേറിയ മന്ത്രമാണ്. ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നു. ഉപദേശമായി ഒരു ഗുരുവിനെ കണ്ടെത്തി സ്വീകരിക്കാൻ പറ്റുന്നവർക്ക് അപ്രകാരം ചെയ്യാം. പറ്റുന്നില്ലാത്തവർക്ക് ഞാൻ ഈ പറഞ്ഞു തരുന്നതിനെ തന്നെ ഉപദേശമായി കണ്ടുകൊണ്ട് വളരെ ശ്രദ്ധയോടുകൂടി ഭക്തിയോടുകൂടി നിങ്ങൾ ജപിച്ചോളൂ. ഭഗവാന്റെ അനുഗ്രഹം നിങ്ങൾക്കെല്ലാം ലഭിക്കും. നിത്യേന ഒരു 8 പ്രാവശ്യം ഇതെങ്കിലും ജപിക്കാം. സമയമുള്ളവർക്ക് 36 പ്രാവശ്യമോ 108 പ്രാവശ്യമോ ഒക്കെ ജപിക്കാം. രാമനവമി തുടങ്ങി ഒരു 41 ദിവസമോ 21 ദിവസമോ ഒരു ചിട്ട വെച്ച് നിത്യേന ഒരു 1008 പ്രാവശ്യം വേണമെങ്കിലും ജപിക്കാം. പാപദോഷ ദുരിതങ്ങളെല്ലാം മാറുകയും ഭഗവാന്റെ അനുഗ്രഹം കൊണ്ട് ഇഷ്ടകാര്യ വിജയത്തിനും എല്ലാം ഈ മന്ത്രം നമ്മെ സഹായിക്കും. അതുപോലെ തന്നെ ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ എന്നുള്ള മന്ത്രം നമുക്കെല്ലാം അറിയാം. വളരെ പ്രശസ്തമായ മന്ത്രമാണ്. ഈ കലികാലത്തെ എല്ലാവിധത്തിലുള്ള ദോഷദുരിതങ്ങളിൽ നിന്ന് രക്ഷ നേടാൻ പറ്റുന്ന ഒരു അത്ഭുത ശക്തിയുള്ള മഹാനാമമായാണ് ഈ മന്ത്രത്തെ പറയുന്നത്. നിത്യേന നമുക്ക് ജപിക്കാം. പ്രത്യേകിച്ച് വ്രതമോ ചിട്ടയോ ശുദ്ധമോ ആചാരങ്ങളോ ഒന്നുമില്ലാതെ ജപിക്കാവുന്ന മന്ത്രമാണെന്നർത്ഥം. അതും നിത്യേന നമ്മൾ ജപിക്കാൻ വേണ്ടി ശ്രമിക്കുക. കുട്ടികളെ കൊണ്ട് ജപിപ്പിക്കാൻ വേണ്ടി ശ്രമിപ്പിക്കുക. ഇതുകൂടാതെ ശ്രീരാമസ്വാമിയുടെ അഷ്ടോത്തര ശതനാമാവലി, സഹസ്രനാമം ഇങ്ങനെയുള്ള ഗ്രന്ഥങ്ങളൊക്കെ വേണമെങ്കിൽ നമുക്ക് വായിക്കാം. തെറ്റുകൂടാതെ പുസ്തകം നോക്കി ശ്രദ്ധയോടെ വായിക്കാം. രാമായണം പാരായണം ചെയ്യാം പറ്റുമെങ്കിൽ. രാമായണം മുഴുവനായിട്ടും ഒരു നിശ്ചല ദിവസത്തെ വെച്ചുകൊണ്ട് നമ്മളൊക്കെ കർക്കിടക മാസത്തിൽ പാരായണം ചെയ്യാറുണ്ട്. അപ്പോൾ അങ്ങനെയൊന്നും വേണമെന്നില്ല. പ്രധാനപ്പെട്ട ഭാഗങ്ങൾ മാത്രമായിട്ട് പാരായണം ചെയ്യാം. ഒരു 12 ദിവസമോ 21 ദിവസമോ ഒരു ചിട്ട വെച്ചിട്ട് ആ ദിവസങ്ങളിൽ പ്രധാനപ്പെട്ട ഭാഗങ്ങൾ പാരായണം ചെയ്യുക. അങ്ങനെ ചെയ്യുന്നതും ശ്രീരാമസ്വാമിയുടെ അനുഗ്രഹത്തിന് നമ്മെ സഹായിക്കും. കടബാധ്യതകൾ മാറാൻ വേണ്ടി വളരെ പ്രാധാന്യമുള്ള ശ്രീരാമസ്വാമിയുടെ ഒരു ശ്ലോകമുണ്ട്. ഐശ്വര്യാഭിവൃദ്ധിക്ക് വേണ്ടിയും ധനവർദ്ധനവിന് വേണ്ടിയും ഈ മന്ത്രം നമുക്ക് ജപിക്കാം. രാമനവമി ദിവസം തുടങ്ങി 41 ദിവസം രാവിലെയും വൈകിട്ടും ജപിക്കുന്നത് കൂടുതൽ ഗുണകരമാണ്. ശ്രീരാമം സരസീരുഘാക്ഷമമലം നിർവാങ്കുരശ്യാമളം വിദ്യുൽ കോടിനിഭ പ്രഭാംബരധരം വീരാസനാധിഷ്ഠിതം വാമാങ്കോപരി സംസ്ഥിതം ജനകജാമാലിംഗ്യതാം ബാഹുന തത്വം ചാപരപാണിനാ മുനിഗണാനാമാജ്ഞാപയന്തം ഭജേ. ശ്രീരാമസ്വാമിയെ നന്നായി മനസ്സിൽ സങ്കല്പിച്ചുകൊണ്ട് ഈ ശ്ലോകം നിത്യേന രാവിലെയും വൈകിട്ടും ഒരു 8 പ്രാവശ്യമോ 36 പ്രാവശ്യമോ നമുക്ക് ജപിക്കാം. കടബാധ്യതകളൊക്കെ മാറുവാൻ ഗുണകരമാണ്. കർമ്മസംബന്ധമായ തടസ്സങ്ങൾ മാറാൻ വേണ്ടി അല്ലെങ്കിൽ ഉദ്യോഗത്തിൽ ഒരു പുരോഗതി പ്രൊമോഷൻ പോലുള്ള കാര്യങ്ങളൊക്കെ കിട്ടാൻ വേണ്ടി ജപിക്കാവുന്ന ഒരു ശ്രീരാമ മന്ത്രം പറഞ്ഞു തരാം. ശ്രദ്ധയോടുകൂടി രാമനവമി ദിവസം തുടങ്ങി എല്ലാ ദിവസവും ജപിക്കാം. അല്ലെങ്കിൽ ഒരു 12 ദിവസമോ 21 ദിവസമോ 41 ദിവസമോ ചിട്ട ജപിച്ച് യഥാശക്തി പ്രാവശ്യം 108 പ്രാവശ്യമോ 36 8 പ്രാവശ്യം ഈ മന്ത്രം ജപിക്കാം. ഇപ്പം മഞ്ഞപ്പട്ട് ധരിച്ചുകൊണ്ടോ അല്ലെങ്കിൽ ശുഭ്രവസ്ത്രം വെള്ളവസ്ത്രം ധരിച്ചുകൊണ്ടോ ഒക്കെ ജപിക്കാം. വിളക്ക് കത്തിച്ച് വെച്ച് വിളക്കിൻ്റെ മുമ്പിൽ ഇരുന്നുകൊണ്ട് ശ്രീരാമൻ്റെ രൂപത്തെ നന്നായി മനസ്സിൽ സങ്കല്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുക. കർമ്മമേഖലയിലെ തടസ്സങ്ങളൊക്കെ മാറി പുരോഗതി ഉണ്ടാവും. ഓം രാമായ രാമചന്ദ്രായ രാമഭദ്രായ രഘുകുലതിലകായ വശ്യശക്തിപ്രദായിനേ ധർമ്മജ്ഞായ നമ. ദൃഷ്ടിദോഷ ശത്രുദോഷങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ബാധിക്കുകയാണെങ്കിൽ നമുക്ക് സ്വാഭാവികമായി ഉണ്ടാവേണ്ട നേട്ടങ്ങൾക്ക് പോലും തടസ്സങ്ങൾ ഉണ്ടാകാം. അപ്പം നമ്മുടെ സ്വന്തമായിരിക്കുന്ന ഒരു കഴിവ് വെച്ച് പലവിധ കാര്യങ്ങളും നേടി വിജയിച്ച് വരുമ്പോൾ ദൃഷ്ടിദോഷം, അതായത് കൺദോഷം, മറ്റുള്ളവർ അസൂയയോടുകൂടി നമ്മളെ കണ്ണ് വെക്കുക എന്നൊക്കെ പറഞ്ഞൊരവസ്ഥ, അതുപോലെ ശത്രുദോഷം എന്ന് വെച്ചാൽ നമുക്ക് ദോഷം ഏതെങ്കിലും രീതിയിൽ വരണമെന്നുള്ള സങ്കല്പത്തോടു കൂടി എന്തെങ്കിലും നേർച്ചകളോ അല്ലെങ്കിൽ ആഭിചാരദോഷം എന്നൊക്കെ പറയുന്ന രീതിക്ക് ക്ഷുദ്രമായ നീചകർമ്മങ്ങൾ എന്തെങ്കിലുമൊക്കെ ചെയ്യാം. മന്ത്രങ്ങളെ കൊണ്ട് അല്ലെങ്കിൽ പൂജാതി കർമ്മങ്ങളെ കൊണ്ടൊക്കെ ചെയ്യാവുന്ന ക്ഷുദ്രമായ കർമ്മങ്ങൾ ചെയ്യാം. ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ഒരു നെഗറ്റീവ് ഊർജ്ജമായി നമ്മളെ ബാധിക്കുന്നു എന്നാണ് സങ്കല്പം. ഇത് ശരിയായിട്ടുള്ള കാര്യങ്ങൾ തന്നെയാണ്. അപ്പം നമുക്ക് ഒന്ന് രക്ഷപ്പെട്ടു വരേണ്ട പല കാര്യങ്ങൾക്കും ഇത്തരം ഒരു വിപരീത ഊർജ്ജങ്ങളെ നമ്മളെ
ഒന്ന് പിടിച്ച് പുറകോട്ട് വലിക്കുമെന്നർത്ഥം. ഇവ മാറാൻ വേണ്ടി ചെയ്യാവുന്ന ശ്രീരാമസ്വാമിയുടെ മന്ത്രമുണ്ട്. ശ്രദ്ധയോടുകൂടി ഈ നാമങ്ങൾ എല്ലാ ദിവസവും രാവിലെയും വൈകിട്ടും ജപിക്കാം. പറ്റുന്നില്ലെങ്കിൽ ഒരു നേരം മാത്രമായാലും മതി. അത് ദൃഷ്ടിദോഷം ശത്രുദോഷമൊക്കെ മാറ്റി നമുക്ക് ഒരു സൗഭാഗ്യം തരികയും കാര്യങ്ങൾ കുറച്ചുകൂടെ നല്ല രീതിക്ക് മുന്നോട്ട് പോകാനും എല്ലാം നമ്മെ സഹായിക്കും. മന്ത്രങ്ങൾ: ഓം രാമായ നമ, ഓം രാമചന്ദ്രായ നമ, ഓം രാമഭദ്രായ നമ, ഓം രഘുകുലതിലകായ നമ, ഓം സീതാപതയേ നമ, ഓം തേജോപതയേ നമ, ഓം യോഗസ്ഥായ നമ, ഓം ശംഭുവന്ദ്യായ നമ, ഓം ഋഷിവന്ദിതായ നമ, ഓം നിത്യയോഗിനേ നമ, ഓം സമുദ്ര ഉത്തരണായ നമ, ഓം ശത്രുഘാതകായ നമ. ഈ 12 മന്ത്രങ്ങളെ എല്ലാ ദിവസവും രാവിലെയും വൈകിട്ടും ജപിക്കാം. 12 ആവർത്തി വീതമോ 36 ആവർത്തി വീതമോ 108 പ്രാവശ്യം വീതമോ ജപിക്കാം. വളരെ ശക്തിയുള്ള മന്ത്രങ്ങളാണ്. ഇതിലൂടെ ശത്രുദോഷ ദൃഷ്ടിദോഷങ്ങളെല്ലാം മാറിക്കിട്ടട്ടെ. യഥാശക്തി പ്രാർത്ഥനകളെ പോലെ തന്നെ ക്ഷേത്രത്തിൽ നടക്കുന്ന വിശിഷ്ടമായിരിക്കുന്ന പൂജാകർമ്മങ്ങളിൽ നാം പങ്കാളികളാവുന്നതും ശ്രീരാമസ്വാമിയുടെ അനുഗ്രഹത്തിന് നമ്മെ സഹായിക്കും. അപ്പോൾ മന്ത്രജപമൊക്കെ ചെയ്യാന്ന് പറയുമ്പോൾ നമുക്കതിനുള്ള ഒരു സമയം വേണം, താല്പര്യവും ശ്രദ്ധയും എല്ലാം വേണം. അപ്പോൾ മന്ത്രജപം ചെയ്യുന്ന ആൾക്കാരെ വിളക്ക് കത്തിച്ച് വെച്ച് ഭഗവാന്റെ ഒരു ചിത്രം ഉണ്ടെങ്കിൽ ആ ചിത്രമൊക്കെ വെച്ച് അതിനൊരു തുളസിമാല എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ചാർത്തി ശുദ്ധമായ ഒരു പട്ടു തുണിയിലോ അല്ലെങ്കിൽ പലകയിലോ ഒക്കെ ഇരുന്ന് വളരെയധികം ഭഗവാനെ നല്ലവണ്ണം മനസ്സിൽ സങ്കല്പിച്ചുകൊണ്ട് വേണം ജപിക്കാൻ. അങ്ങനെ ഈ പറഞ്ഞതുപോലെ പ്രാർത്ഥനയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ വളരെ വേഗത്തിൽ തന്നെ ഫലസിദ്ധി ഉണ്ടാവും. എന്നാൽ ഇപ്രകാരം ഒന്നും ചെയ്യാൻ സാധിക്കാത്ത ആൾക്കാരെ അടുത്ത് നടക്കുന്ന ക്ഷേത്രത്തിലെ പൂജാതി കർമ്മങ്ങളിൽ യഥാശക്തി പങ്കാളികളാവുകയെങ്കിലും ചെയ്യാം. അതായത് ആ ക്ഷേത്രത്തിൽ അവിടുത്തെ തന്ത്രിയോ പൂജാരിമാരോ ഒക്കെ ചിട്ടപ്പെടുത്തിയിരിക്കുന്ന രീതി അനുസരിച്ച് പല വിധത്തിലുള്ള അത്ഭുത ശക്തിയുള്ള മന്ത്രങ്ങളെ കൊണ്ടുള്ള കർമ്മങ്ങളും നടക്കുന്നുണ്ടാവും. അപ്പോൾ അവിടെ ഏതെങ്കിലും രീതിയിലുള്ള വഴിപാടുകളോ ദ്രവ്യസമർപ്പണമോ ഒക്കെ നമ്മൾ ചെയ്യുമ്പോൾ അവിടെ നടക്കുന്ന ആ കർമ്മത്തിൽ നമ്മളും കൂടെ പങ്കാളികളാവുന്നു എന്നർത്ഥം. അതിലൂടെ ഉണ്ടാകുന്ന പുണ്യത്തിന് നമ്മളും കൂടെ അർഹരായിത്തീരുന്നു എന്നർത്ഥം. അതാണ് വഴിപാടിൻ്റെ പ്രാധാന്യം എന്ന് പറയുന്നത്. അപ്പം നിങ്ങൾക്ക് ഈ നവമി ദിവസം മാത്രമായിട്ടോ അല്ലെങ്കിൽ ഒരു ബുധനാഴ്ചയോ വ്യാഴാഴ്ചയോ കണക്കാക്കി ഒരു 3 പ്രാവശ്യമോ 7 പ്രാവശ്യമോ ഒക്കെ ആയിട്ട് ഈ പറയുന്ന ഓരോ വഴിപാടുകളും ചെയ്യാം. വഴിപാടുകൾ നമ്മുടെ പേരും നക്ഷത്രവും പറഞ്ഞ് ക്ഷേത്രത്തിൽ ചെയ്യിപ്പിക്കുകയും സാധിക്കുമെങ്കിൽ ആ സന്ദർഭത്തിൽ നമ്മൾ നടയിൽ നിന്നുകൊണ്ട് തൊഴുത് പ്രാർത്ഥിക്കുക. അവിടുത്തെ പൂജാരി ആ കർമ്മം നമുക്ക് വേണ്ടി ചെയ്യുന്ന സമയത്ത് നമ്മുടെ പ്രാർത്ഥന കൂടെ ഉണ്ടാകുമ്പോൾ അതിന് പൂർണ്ണത ഉണ്ടാകുന്നു എന്നർത്ഥം. ഇങ്ങനെ ശ്രദ്ധയോടുകൂടി ചെയ്യുക. അത് സാധിക്കുന്നവർ മാത്രം ചെയ്താൽ മതി. കടം വാങ്ങിച്ചോ ബുദ്ധിമുട്ടിയോ ഒന്നും ഒരു വഴിപാടുകളും സാമ്പത്തിക ചിലവുള്ള കാര്യങ്ങളൊന്നും ചെയ്യണ്ട. നമുക്ക് സാധിക്കുന്നത് പോലെ ഇപ്പം സാധാരണ ഒരു ഗതി പറഞ്ഞു കഴിഞ്ഞാൽ ഭഗവത്ഗീതയെ പറയുന്നുണ്ട്, പത്രം പുഷ്പം ഫലം തോയം വ്യോമേ ഭക്ത്യാ പ്രയച്ഛതി. ഭഗവാൻ തന്നെ പറയുകയാണ്, പത്രമായാലും പുഷ്പമായാലും തോയമായാലും ഒരു ഇലയായാലും പുഷ്പമായാലും പൂക്കളായാലും ഫലം എന്തെങ്കിലും പഴവർഗ്ഗങ്ങളായാലും ഒന്നുമല്ല, അല്പം ജലമായാലും എന്ത് എനിക്ക് തന്നാലും അത് എത്രമാത്രം സമർപ്പണത്തിൽ തന്നു എന്നാണ് ഞാൻ നോക്കുന്നത് എന്നർത്ഥം. ശ്രീരാമക്ഷേത്രത്തിലെ പ്രധാനമായി നമുക്ക് ചെയ്യാൻ പറ്റുന്ന വഴിപാടുകൾ: തുളസിമാല പാപശാന്തിക്കും മനഃശാന്തിക്കും ഗുണകരമാണ്. താമരമാല സമൃദ്ധി ഉണ്ടാവുന്നതിനും ദാരിദ്ര്യത്തെ നീക്കുന്നതിനും നമ്മെ സഹായിക്കും. മുല്ലമാല ചാർത്തുന്നത് ദാമ്പത്യ ഭദ്രതയ്ക്കും പ്രേമസാഫല്യത്തിനും ഗുണകരമാണ്. പാൽപ്പായസം നിവേദിക്കുന്നത് കാര്യസിദ്ധിക്കും കർമ്മവിജയത്തിനും സഹായകരമാണ്. കളഭ ചാർത്ത് നടത്തുന്നത് ആരോഗ്യത്തിനും രോഗശാന്തിക്കും ഗുണകരമാണ്. ത്രിമധുര നിവേദിക്കുന്നത് വിഘ്ന നിവാരണത്തിനും. പുരുഷസൂക്ത മഹാമന്ത്രം കൊണ്ടുള്ള പുഷ്പാഞ്ജലി വേദമന്ത്രമാണ്. ഈ മന്ത്രം കൊണ്ടുള്ള പുഷ്പാഞ്ജലി ദുരിതങ്ങൾ മാറി ഐശ്വര്യം ഉണ്ടാവാനും സഹായിക്കും. മഞ്ഞ പട്ട് സമർപ്പിക്കുന്നത് കുടുംബഭദ്രതയ്ക്കും ഐശ്വര്യത്തിനും ഗുണകരമാണ്. ഏപ്രിൽ 6-ാം തീയതിയാണ് ഈ വർഷത്തെ ശ്രീരാമനവമി, ഏറ്റവും പുണ്യമായ ദിവസം. ആ ദിവസത്തെ പ്രാർത്ഥനകൾ നമുക്കെല്ലാവർക്കും തന്നെ ഭഗവാന്റെ അനുഗ്രഹം ഉണ്ടാവുന്നതിന് സഹായകരമാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നേരം ഓൺലൈൻ്റെ എല്ലാ പ്രേക്ഷകർക്കും സ്നേഹാദരപൂർവ്വം നന്ദി, നമസ്കാരം.